ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KDC വേൾഡ്. അങ്ങനെ ഹീറോയിൻ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കാണ്. ഇവള് ഫോൺ എടുത്തതും അവനും മനസ്സിലായി ഇവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും ഇവന്റെ കൂടെ ഫേക്കായിട്ട് അഭിനയിക്കുന്നതും ഒരാളാന്നുള്ളത്. ഹീറോയിൻ ആണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നുണ്ട്. അവള് പോയിട്ട് ഫാമിലിയുടെ ഒപ്പം ഫുഡ് കഴിക്കാണ്. പോരാത്തേന് മിനുഹു കൊണ്ടുവന്ന ഫുഡും പിന്നെ മിനുഹു വെറുതെ കൂടി ഇരിക്കേണ്ടത്. അപ്പോഴാണ് അവളുടെ അനിയൻ അവളോട് ചോദിക്കുന്നത് നിന്റെ എന്തെങ്കിലും കാണാണ്ട് പോയിട്ടുണ്ടോന്ന്. അവളുടെ അനിയൻ അവളുടെ വാലറ്റ് കൊടുക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് വാലറ്റ് മിസ്സിംഗ് ആയിരുന്നു എന്ന്. വാലറ്റ് ആണെങ്കിൽ റോട്ടിൽ നിന്ന് കിട്ടിയതാ. അപ്പോഴേക്ക് ടൈമാണെങ്കിൽ അവന്റെ വീട്ടിൽ വന്നിട്ട് സിസ്റ്റത്തിലാണെങ്കിൽ ഹാരിയുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കി ഡീറ്റെയിൽസ് മൊത്തം എടുക്കുന്നതാണ്. ഇത്ര നാള് അവനിട്ട് വട്ടം കളിപ്പിച്ച ദേഷ്യത്തിൽ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. പിറ്റേ ദിവസം അവളാണെങ്കിൽ ഓഫീസിൽ വന്നപ്പോൾ വിളിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോയിനും മെസ്സേജ് അയച്ച് പറയാണ് റെസ്റ്റോറന്റിൽ വരാനായിട്ട്. അങ്ങനെ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് റെസ്റ്റോറന്റിൽ പോകാണ്. ഹീറോയിൻ റെസ്റ്റോറന്റിൽ വന്ന ഉടനെ ഹീറോ ചോദിക്കാണ് നിന്റെ പേരെന്താ, ഹരി എന്നല്ലേ, ഫുൾ നെയിം എന്താ? ഇത് ചോദിക്കാനാണോ വിളിച്ചത്? ഇതാണെങ്കിൽ ഫോണിൽ ചോദിച്ചാൽ പോരെ? അതൊന്നും പറ്റില്ല, മുത്തശ്ശൻ എന്നോട് നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ എനിക്ക് പറയാനാന്ന് പറയാണ്. ഇവളാണെങ്കിൽ ഇവനോട് തുറന്നൊന്നും പറയുന്നില്ല. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവൻ പെട്ടെന്ന് കമ്പനിയിലോട്ട് വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. അതും പ്രത്യേകിച്ച് ഇവളും ഇവളുടെ കൊളീഗ്സിനോടാണ് പറയുന്നത്. അവൻ പറഞ്ഞ ടൈമിങ്ങിന് അവൾക്ക് എത്താൻ പറ്റുമെന്ന് അറിയാനായിട്ട് അവൾ പെട്ടെന്ന് സമയം നോക്കുമ്പോഴാണ് അവൻ ഇവളോട് ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയാണ് വേണ്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്കൂട്ടായി പോകാണ്. അങ്ങനെ ഇവള് പെട്ടെന്ന് തന്നെ ഓടിക്കതച്ച് കമ്പനിയിലോട്ട് എത്തുമ്പോൾ അവളാണെങ്കിൽ ഹീറോയിന്റെ കൊളീഗ്സ് ഹീറോയിനാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, അവൾക്കാണ് ഐഡിയാസ് അറിയുന്നതെന്ന് പറയാണ്. അവൻ പെട്ടെന്ന് തിരിഞ്ഞതും ഒളിച്ചു നിൽക്കുന്ന ഹാരിനെ അവൻ കാണാണ്. ഹാരി അവിടേക്ക് ചെന്നതും അവൻ പറയാണ് ഫുഡൊക്കെ നല്ലതാണ്, പക്ഷേ ഇത്രയ്ക്ക് കോസ്റ്റ് ഒന്നും പറ്റില്ല, അതുകൊണ്ട് ഇതേ ഫുഡ് ഇതേ ടേസ്റ്റിൽ റേറ്റ് കുറവുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാൻ പറയാണ്. അവളാണെങ്കിൽ കുറേ പറഞ്ഞു നോക്കുന്നത്, പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ല അഭിപ്രായമാണ് കിട്ടിയത്, അതിന് അഫോർഡബിൾ ആയ പ്രൈസ് തന്നെയാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയാണ്. എന്നാലും ഇവന് ഒന്നും സമ്മതിച്ചു കൊടുക്കാണ്ട് വീണ്ടും അതേ ഡിഷ് ഉണ്ടാക്കാൻ പറയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് സെക്രട്ടറി ഇവനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ഹീറോയിൻ ഉണ്ടാക്കുന്നത് നല്ല ഫുഡാണ്, മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നല്ലോ. ഹീറോ പറയാണ് നിനക്കൊരു കാര്യം അറിയോ, എൻ്റെ കൂടെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കുന്ന ആൾ തന്നെയാണ് ഈ ഹരിയും. സെക്രട്ടറി ആകെ ഷോക്കായിട്ട് സെക്രട്ടറി പറയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും എങ്ങനെയായിരിക്കും ഇങ്ങനെ അഭിനയിക്കുന്നത്. അപ്പുറത്തെ സൈഡിലെ ഹീറോയിൻ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഹീറോയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൻ പറയാം പോരാന്നൊക്കെ പറയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ റിജക്റ്റ് എന്ന് പറയാണ്. അങ്ങനെ ഇവൾ വീണ്ടും കഷ്ടപ്പെട്ട് ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവൻ റിജക്റ്റ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാണ്. അവൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡുകൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിലും അവൻ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞ് പണി കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ചെയർമാനായ മുത്തശ്ശൻ കമ്പനിയിലോട്ട് വരാണ്. എന്നിട്ട് ചെയർമാനാണെങ്കിൽ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയയിലോട്ട് വരുമ്പോൾ അവിടെ പുതിയ ഫുഡുകൾ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചാക്കാണ്. ചെയർമാൻ പറയാണ് ഇവളുണ്ടാക്കിയ ഫുഡാണോ, അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. അങ്ങനെ ആളത് മൊത്തം ഫിനിഷ് ചെയ്യാണ്. ചെയർമാൻ പറയാണ് എന്തു ടേസ്റ്റാണ്, ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലാന്ന്. ഇതേ സമയം ഹാരി ആണെങ്കിൽ മിനുഹുവിനും കൂട്ടി ഫുഡ് കഴിക്കാനായിട്ട് വരാണ്. മിനുഹു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവിടേക്ക് വന്നേന്ന്. ഹീറോയും പറയാണ് നമ്മുടെ ഫുഡ് ഇവർ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള റിവ്യൂ നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ ഹീറോ ആണെങ്കിൽ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മിനുഹു ആണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ ആളുകളൊക്കെ കുറവാണല്ലോ എന്ന്. അവൾ അങ്ങനെയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും പ്രസിഡന്റ് അവിടെ നിന്ന് തുറച്ചു നോക്കുന്നതാണ് ഇവൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ മിനുഹുവിനെ വിളിച്ച് എസ്കേപ്പ് ആവാണ്. ഇവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾക്ക് എങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് അതും വേറൊരുത്തൻ്റെ കയ്യിലൊക്കെ പിടിച്ച് പോകാൻ തോന്നുന്നു. മുത്തശ്ശനാണെങ്കിൽ ഇവരോട് ചോദിക്കുന്നുണ്ട് ആനിവേഴ്സറിയുടെ കാര്യം എന്തായാലും മരുമോളെ വിളിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ആനിവേഴ്സറിക്ക് ക്ഷണിക്കുകയാണ്. കമ്പൽസറി ആയിട്ട് വന്നാൽ പറ്റുള്ളൂ, കാരണം മുത്തശ്ശൻ ക്ഷണിച്ചതാണെന്നൊക്കെ പറയാണ്. ഇവള് പല തരികട കാട്ടി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നിനും സമ്മതിച്ചു കൊടുക്കണില്ല. ലാസ്റ്റ് അവളാണെങ്കിൽ പറയാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റില്ല, കാരണം എൻ്റെ കമ്പനി ഇപ്പോൾ ലോസിലാണ് പോണേന്നുള്ളത്. ഉടനെ അവനാണെങ്കിൽ പറയാണ് നമ്മൾ തമ്മിൽ എഗ്രിമെന്റിൽ സൈൻ വെച്ച പ്രകാരം അതിലുള്ള എമൗണ്ട് മൊത്തം എനിക്ക് അടച്ചു തീർത്തു പറയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതിന്ന് പിന്മാറാന്ന് പറയും. ഹാരി ആണെങ്കിൽ നേരെ പോയിട്ട് യങ്സോങ്ങിനോട് ഈ കാര്യം പറയുമ്പോൾ യങ്സോങ് ആണെങ്കിൽ കുറച്ച് ക്യാഷ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല യങ്സോങ് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ ഇപ്പോൾ തരാനായിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സാധനങ്ങൾക്കൊക്കെ എത്രയ്ക്ക് എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അവിടെ നിന്ന് കട്ടായിട്ട് പിന്നെ കാട്ടുന്നത് സെക്രട്ടറിയുടെ ഫ്ലാറ്റിലാണെങ്കിൽ ഹീറോ വന്ന് താമസിക്കുന്നതാണ്. യങ്സോങ് ആണെങ്കിൽ ഹീറോയിനും കൂട്ടി അവളുടെ ഫ്ലാറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരേണ്ട കാര്യം ആരും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് തലവഴി മൂടിയാണ് വരുന്നത്. നേരെ ചെന്നതാണെങ്കിലോ സെക്രട്ടറിയുടെ മുമ്പിലാനും. സെക്രട്ടറി ആണെങ്കിൽ യങ്സോങ്ങിന് വന്ന ഡെലിവറി മൊത്തം അവളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോഴാണ് യങ്സോങ് ആണെങ്കിൽ കയറി വരുന്നത്. സെക്രട്ടറി ആണെങ്കിൽ അപ്പോഴേക്കും അവളോട് പറയാണ് എൻ്റെ അഡ്രസ്സിലാണ് ഈ ഡെലിവറി ബോക്സസ് ഒക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഡെലിവറിക്ക് വേണ്ടി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ഡെലിവറി അഡ്രസ്സ് എഴുതി കൊടുക്കാൻ പറയാണ്. മാത്രമല്ല അവനാണെങ്കിൽ ഹീറോയിനെയും കാണുന്നുണ്ട്. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ റൂമിലോട്ട് പെട്ടെന്ന് കയറാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ യങ്സോൺ പറയാണ് സെക്രട്ടറി എന്താ ഇതുപോലൊക്കെ സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും അയാളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ അഡ്രസ്സ് വരെ മാറി കൊടുത്തുപോയി. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ സെക്രട്ടറി ആണെങ്കിൽ അവനോട് പറയാണ്
ഹീറോയിനെ ക്ഷമിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. എനിക്കാണെങ്കിൽ ആലോചിക്കാനേ പറ്റല്ല എങ്ങനെ ഹാരി 2 ക്യാരക്ടറായിട്ട് ആനിവേഴ്സറി ഫംഗ്ഷന് വരും എന്നുള്ളത്. അതുകൊണ്ട് അവൾക്കൊരു ലാസ്റ്റ് ചാൻസും കൂടി കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയാണ് ഞാൻ അവളോട് ക്ഷമിക്കില്ല എന്നുള്ളത്, കാരണം അവൾ എന്നെ കുറേ വട്ടം കളിപ്പിച്ചതാണ്, അതുകൊണ്ട് ഈ പണി അവൾക്ക് ഇരിക്കട്ടെ. സെക്രട്ടറി ആണെങ്കിൽ വീണ്ടും പറയേണ്ടത് അവളൊരു ബെസ്റ്റ് എംപ്ലോയി അല്ലേ, അവളുടെ ഫുഡൊക്കെ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഹീറോ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഒരു പണി ഇരിക്കട്ടെ. അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ യങ്സോങ്ങിൻ്റെ വീട്ടിൽ നിന്നാണ് നേരെ ഓഫീസിലോട്ട് പോകുന്നത്. യങ്സോങ്ങിൻ്റെ വീട്ടിലിരിക്കുന്ന ഈ ഒരു ലാമ്പ് കണ്ടോ, ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഹാരി ആണെങ്കിൽ ഓഫീസിലെത്തുമ്പോഴാണ് അവൾ അറിയുന്നത് അവൾക്കാണ് ബെസ്റ്റ് പെർഫോമറിൻ്റെ അവാർഡ് കിട്ടിയേക്കണേന്നുള്ളത്. അവാർഡാണെങ്കിൽ നേരിട്ട് തരുന്നത് നമ്മുടെ പ്രസിഡൻ്റായ തയ്മ എന്ന് പറയാണ്. ഇവളാകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നൊരു പിടുത്തല്ലാണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആലോചിച്ച് നോക്കുകയാണ് എന്ത് ചെയ്യുമെന്നുള്ളത്. ഒരേ ടൈമിൽ തന്നെ 2 ക്യാരക്ടറായിട്ട് സ്വിച്ച് ചെയ്ത് മാറണം. അതായത് അവൻ്റെ ഗേൾഫ്രണ്ടായിട്ട് അഭിനയിക്കും വേണം, പിന്നെ ഹാരി ആയിട്ട് പോയി പ്രൈസും മേടിക്കും വേണം. ഇതിൽ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് ആലോചിച്ചിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടാണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവളാണെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അതിലാണെങ്കിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറയാണ്. പോരാത്തന്നെ ഇവൾ എന്ത് ആക്റ്റീവ് എന്ന് ഓർക്കുമ്പോഴാണ് ഇവൾക്ക് ഫീവറായിട്ട് അഭിനയിച്ച് വീട്ടിലിരിക്കാമെന്ന് കരുതി ഡാൻസും കളിച്ചിട്ട് പോണതാണ്. ഇതാണെങ്കിൽ നേരെ ഹീറോ ആണെങ്കിൽ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹാരിയുടെ വീട്ടിലോട്ട് പാരൻസിനെല്ലാവരും ക്ഷണിച്ചിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാൻ പറഞ്ഞു വിടാണ്. അവളാണെങ്കിൽ വീട്ടിലെത്തിയതും പാരൻസ് ഈ ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കാണ്. എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളാകെ പെട്ട അവസ്ഥയായി. അങ്ങനെ ഇവൾ രണ്ടും കൽപ്പിച്ച് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ ചെയർമാനോട് പറയാണ് ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഇവൾ ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇവളാണെങ്കിൽ അറിയാതെ പോയി കൂട്ടിമുട്ടുന്നത് ഇവളുടെ അമ്മേനെ തന്നെയായിപ്പോയി. അമ്മയ്ക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് നീ ഹാരി അല്ലേ, എന്തുകൊണ്ട് ഈ ലോങ് ഹെയറൊക്കെ വെച്ചാക്കണേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ വെച്ച് തന്നെ ചീത്ത പറയാണ്. ഇതെല്ലാം ആണെങ്കിൽ തൈമും കാണുന്നുണ്ട്. എന്നിട്ട് ഹീറോ വന്നിട്ട് ഹീറോയിനെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന സീനാണ് കാണുന്നത്. അവൾക്കാണെങ്കിൽ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അവനെ ചീത്ത വിളിച്ച് കരഞ്ഞിട്ട് സെക്യൂരിറ്റികൾ എടുത്തിട്ട് പോണതാണ് കാണുന്നത്. അവൾ ഇതെല്ലാം സ്വപ്നം കാണുമ്പോഴാണ് ഹീറോ ആണെങ്കിൽ കരിഞ്ഞ സ്മെല്ല് വന്നിട്ട് അവളുടെ അടുത്തേക്ക് വരാണ്. സെക്രട്ടറി അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതും ഹീറോ പറയാണ് ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് കിടന്നിറങ്ങണേന്ന്. അവള് ചൂടുള്ള കാര്യം ഓർക്കാതെ പാത്രം തുറന്നതും അവളുടെ കൈ പൊള്ളാണ്. ഇത് കണ്ട് ഹീറോ ആണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതും പെട്ടെന്ന് കൈ വലിക്കുകയാണ്. എന്നിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് അവളെ പറ്റി ആലോചിക്കണതാണ്. അവളാണെങ്കിൽ എന്തുകൊണ്ടാണ് ചൂടുള്ള പാത്രം പെട്ടെന്ന് തന്നെ എടുത്ത് തുറക്കാൻ പോയത്, അവളുടെ കൈ പൊള്ളില്ലേ എന്നുള്ള കോമൺ സെൻസ് പോലും അവൾക്കില്ലേ എന്നുള്ളത്. യങ്സോങ് ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് സിംഗിളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞ് വിളിച്ചത്. യങ്സോങ്ങിൻ്റെ സീറ്റിൽ ചെന്നിരിക്കാൻ പോയതും അവൾ കാണാണ് സെക്രട്ടറിയാണ് ഇരിക്കണേന്നുള്ളത്. അവൾ ആവേശം തിരിഞ്ഞു പോകാമെന്ന് വിചാരിച്ചതും എന്തിനാ ഞാൻ തിരിഞ്ഞു പോകുന്നത്, എനിക്കുള്ള ഫുഡല്ലേ എന്തായാലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അവൾ അവിടെ ചെന്നിരുന്നതും ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അവനത് കാണുമ്പോൾ അവൾ പറയാണ് ഒരു സാധനം എൻ്റെ നിന്ന് അങ്ങോട്ടും പോകണ്ട അവിടെ നിന്ന് ഇങ്ങോട്ടും വരണ്ട എന്നുള്ളത്. എന്തിനേറെ പറയണം, അവൾക്ക് കഴിക്കാൻ കൊടുത്ത ഫുഡിൻ്റെ ആവി വരെ അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആവി അടക്കം മാറ്റി അവളുടെ അടുത്തേക്ക് അവൾ വരുത്തിക്കുകയാണ്. പിന്നെ അവൾക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് കൊടുത്തതിൻ്റെ ഓപ്പണർ അവൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് നീക്കി വെച്ച് കൊടുക്കുമ്പോൾ അവിടെ നിന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവൾ സ്വയം ഓപ്പൺ ചെയ്യാണ്. അവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ എന്താ സംഭവിക്കണേന്ന് പോലും മനസ്സിലാവണില്ല. അതെല്ലാം കഴിഞ്ഞ് ഹീറോയിനും ഹീറോയിൻ്റെ കൊളീഗ്സും എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഹീറോയിൻ്റെ മെയിനായിട്ടുള്ള കൊളീഗ് പറയുന്നുണ്ട് എനിക്കും അവാർഡ് കിട്ടി, ഹാരിക്കും 2 തവണ അവാർഡ് കിട്ടിയെന്ന്. ഇവരുടെ കൂട്ടത്തിലുള്ള ഈ പ്രായം കുറഞ്ഞ കൊളീഗ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ചേട്ടന് ഇത്ര നാളായിട്ടും അവാർഡൊന്നും കിട്ടാത്തിരുന്നത്. അയാൾ പറയാണ് ഇയാളെല്ലാവരും ജസ്റ്റ് കളിയാക്കണത് പോലും മനസ്സിലാവാണ്ട് ഇയാളത് സീരിയസ് ആക്കിയിട്ട് കുറച്ച് ഇമോഷണൽ ആവാൻ. ഹാരി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അയ്യോ എന്തിനിപ്പോൾ കരയണേ, കരയൊന്നും വേണ്ട, നിങ്ങൾക്ക് അവാർഡ് വേണോ, എനിക്ക് അവാർഡ് വേണ്ട, എൻ്റെ അവാർഡ് മൊത്തം നിങ്ങളെടുത്തു. അവസാനം എല്ലാവരും കൂട്ടക്കരച്ചിലാവാണ്. ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ വിളിച്ച് ബോധമില്ലാത്ത പോലെ എന്തൊക്കെയോ പറയാണ്. ഹീറോയ്ക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവളെന്തോ ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ് പറയണേന്നുള്ളത്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഹീറോയിൻ അവിടെ നിൽക്കുന്ന കുറച്ച് ബോയ്സിനെ ചീത്ത വിളിച്ച് പറഞ്ഞു വിടാണ്. മാത്രമല്ല ഇവൾ ബോധം കെട്ടും വീടാണ്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കിട്ടാണ്ടായപ്പോൾ ഹീറോ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ വണ്ടി എടുത്ത് അവളെ തേടി പോകാണ്. അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇനി എവിടെ തേടുന്നു പറഞ്ഞ് ആലോചിച്ചിട്ട് അവളെ വിളിച്ച് നോക്കാണ്. തൊട്ടടുത്ത് തന്നെ റിംഗ് ടോൺ അടിക്കണ കണ്ട് അവൻ നോക്കുമ്പോൾ അവളെ കിടക്കാണ്. അങ്ങനെ അവനാണെങ്കിൽ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതും അവൾ ചോദിക്കുകയാണ് നിങ്ങൾ ആ ടൈമാണോ എന്നുള്ളത്. പ്രസിഡന്റ് ആവാനായിട്ട് വഴിയില്ല, ഇത് ഞാൻ കാണുന്നത് സ്വപ്നമായിരിക്കും എന്ന് പറയാണ് അവള്. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൻ വന്നത് റിയലാന്ന് അറിയാതെ തന്നെ പറഞ്ഞു പോകാൻ നിങ്ങൾ എൻ്റെ കമ്പനിയിലെ പ്രസിഡന്റ് ആണെന്ന് അറിയാതെ ഞാൻ അഭിനയിച്ചു പോയതാണ്, ഞാനാണ് ഹാരി നിങ്ങളുടെ എംപ്ലോയി ആണെന്ന് പറയാണ്. ഇതെല്ലാം അവള് സ്വപ്നാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടേക്ക് അവളുടെ അനിയൻ വരാണ്. അവളെയും കൂട്ടിക്കൊണ്ട് പോകാണ്. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് അവളെ എഴുന്നേക്കാൻ വൈകിയപ്പോൾ അമ്മ വന്നപ്പോഴേക്കും അമ്മനോട് ഇവള് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത്. അപ്പോഴാണ് പറയണത് അവളുടെ ബ്രദറാണ് കൊണ്ടുവന്നതെന്ന്. ഇവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ട് ഇവള് ഫോൺ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹീറോ മെസ്സേജ് അയക്കുകയാണ് നീ ഇന്ന് വരണ്ട കമ്പനിയിലേക്ക് എന്ന് പറഞ്ഞിട്ട്. ഇവൾക്കാകെ ഡൗട്ട് അടിച്ചിട്ട് ഇവള് വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഇന്ന് റെസ്റ്റ് എടുത്തോ, ഇന്ന് വരണ്ടെന്നുള്ളത്. അവനൊരു മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്.
പിറ്റേ ദിവസമാണെങ്കിൽ ഇവൾ ഓഫീസിലേക്ക് ചെല്ലുന്നത് ആടിപ്പാടിയിട്ടൊക്കെയാണ്. അവളുടെ കൊളീഗ്സിനാണെങ്കിൽ മനസ്സിലാവണില്ല ഇവൾക്ക് എന്ത് പറ്റിയെന്നുള്ളത്. പോരാത്തതിന് കൊളീഗ്സ് പറയാണ് നിൻ്റെ ആ പ്രൊജക്റ്റ് ഇല്ലേ അത് ക്യാൻസലാക്കി എന്ന് പറയാണ്. ആ ഡിഷ് ക്യാൻസലാക്കിയാൽ ഇവൾക്ക് കുറച്ച് വിഷമമുണ്ടെങ്കിലും അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവള് തന്നെ സ്വയം കൂളാവാണ്. ഇവനാണെങ്കിൽ ഇപ്പോൾ മീറ്റിങ്ങിന് പുറത്തേക്ക് പോയത് തന്നെ ഇവളെ മറക്കാനായിട്ടാണ്. അവിടെ ചെന്ന് ആ കമ്പനിക്കാരായിട്ട് ഡീൽ ഉറപ്പിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെയായിട്ട് കൂട്ടിയിടിക്കുകയാണ്. ഇവരാണെങ്കിൽ പരസ്പരം സോറി പറഞ്ഞ് തിരിഞ്ഞതും ഇവനാണെങ്കിൽ ഹാരിയുടെ മുഖം തന്നെയാണ് ഓർമ്മ വരുന്നത്. എവിടെ ചെന്നാലും ഏത് പെൺപിള്ളേരെ കാണുമ്പോഴായാലും ഇവന് ഹാരിയുടെ മുഖമാണ് ആ പെൺപിള്ളേരിൽ കാണുന്നത്. ഇവന് മനസ്സിലാവണില്ല അവൻ എത്രത്തോളം അവളെ വെറുക്കാൻ ശ്രമിക്കണോ അതിൻ്റെ രണ്ടരട്ടിയായിട്ട് അവന് അവളോട് ഇഷ്ടം തോന്നാന്നുള്ളത്. ഹാരിയാണെങ്കിൽ വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയ്ക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അവാർഡ് കിട്ടിയത്. യങ്സോം പറയാണ് പ്രസിഡൻ്റാണെന്നും കൊടുക്കണ്ടേ, പക്ഷേ പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് വേറെ ആൾ കൊടുത്തു എന്നുള്ളത്. ഇവിടെ ഹീറോയിൻ ആണെങ്കിലും ഹീറോയിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പിറ്റേ ദിവസമാണെങ്കിൽ അവൾക്കൊരു കോള് വന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അത് ചെയർമാനാന്നുള്ളത് അറിയണത്. ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ് ഇന്ന് മീറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ അവളാണെങ്കിൽ പെട്ടെന്ന് ഹീറോയിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഹീറോ കട്ട് ചെയ്യാണ്. എന്നിട്ട് മുത്തശ്ശനെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എടുത്തിട്ട് മുത്തശ്ശൻ പറയാണ് ഇന്ന സ്ഥലത്തേക്ക് നീ ഇന്ന് വരണം എന്നുള്ളത്. യങ്സോങ് ആണെങ്കിൽ ആലോചിക്കുകയാണ് സെക്രട്ടറിയും ടൈമിൻ്റെ കൂടെ പുറത്തു പോയാക്കല്ലേ മീറ്റിങ്ങിന്, ഇനി എങ്ങാനും തിരിച്ചു വന്നോ എന്നറിയാനായിട്ട് അവൾ ചുമരിൻ്റെ അവിടെ കാതോർത്ത് ചാരി നിൽക്കുകയാണെങ്കിൽ സെക്രട്ടറി എങ്ങാനും വന്നോ എന്നുള്ളത് അറിയാനായിട്ട് അവൾ തിരിഞ്ഞതും അവളുടെ കൈകൊണ്ട് ലാമ്പ് നിലത്തേക്ക് വീഴാണ്. എന്നിട്ട് അവൾ അത് എടുക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊരു ക്യാമറ അവൾ കാണുന്നത്. ഇവൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുമ്പോഴേക്കും ഇവൾക്ക് ആ ലാമ്പ് കൊടുത്ത ആൾ വന്ന് ചോദിക്കുകയാണ് എവിടെ പോകാമെന്ന്. അയാളാണെങ്കിൽ ഇവളുടെ കയ്യിലിരിക്കുന്ന ലാമ്പും കാണുന്നുണ്ട്. യങ്സോം പറയാണ് ഇത് താഴെ വീണ് പൊട്ടി അതുകൊണ്ട് റിപ്പയർ ചെയ്യാൻ പോണതാണ്. അയാളാണെങ്കിൽ ഇവൾക്ക് ആ ലാമ്പും തിരിച്ചു കൊടുക്കണില്ല. അയാൾ പറയാണ് ഇത് ഞാൻ ശരിയാക്കി തരാമെന്നുള്ളത്. ഇവളാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ പിടിവേലിയാവാണ്. അയാളാണെങ്കിൽ ഇവളെ തള്ളിയിട്ട് ഓടിപ്പോകാണ്. അവിടെ സെക്രട്ടറി അപ്പോഴേക്കും വന്നതുകൊണ്ട് തന്നെ യങ്സോം പറയാണ് അയാളെ പെട്ടെന്ന് പോയി പിടിക്കാനായിട്ട്. സെക്രട്ടറി ആണെങ്കിൽ അയാൾ എങ്ങനെയൊക്കെയോ പിടിക്കുന്നുണ്ട്, കൂടെ ഫൈറ്റും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ പോയിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ്. സെക്രട്ടറി ആണെങ്കിൽ ഹീറോനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞ പ്ലേസിൽ ഹീറോ വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവൻ പോയതും ഹീറോയെ മുത്തശ്ശൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാണ്. ഇവൻ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ എന്നുള്ളത്. ഹീറോയിനോട് പറയാണ് ഞാൻ വിളിച്ചിരുന്നു കിട്ടില്ല എന്നുള്ളത്. മുത്തശ്ശനാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞതെന്ന് പറയാണ്. ടൈമാണെങ്കിൽ അവളോട് പറയാണ് ഇപ്പം നമുക്ക് ഒരു സ്ഥലം വരെ പെട്ടെന്ന് തന്നെ പോകണം. നിന്റെ കൂട്ടുകാരത്തി യങ്സോങ് അവളൊരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് പോകാം ഹാരിന്ന് വിളിച്ചതും അവൾക്ക് കാര്യം മനസ്സിലാവാണ് ഇവന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നുള്ളത്. ഇവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പോരാത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.